നമ്മളെ ലേക്ക് കോട്ടേജിൻ്റെ വണ്ടികളെ കുറിച്ച് പറയാം. ഒന്ന് ഇതാണ് ഇറക്കുന്നത് താർ റോക്സ്, സാധാ താറ്. ഇത് പിന്നെ അല്ലാതെ വണ്ടി നമ്മൾ കൂട്ടുന്നില്ല, കറക്റ്റാ, അത് നമ്മൾ വിട്ട്. പിന്നെ ഇതും നമ്മളെ വണ്ടിയാണ് കേട്ടോ, ഓട്ടോ. എന്ത് വണ്ടി വേണമെങ്കിലും നമ്മളെ കയ്യിലുണ്ട്. ഓക്കെ, അന്നേരം ഇത് മൂന്നുമാണ് നമ്മളെ ലേക്ക് കോട്ടേജിൻ്റെ വണ്ടികൾ. അന്നേരം ഇത് കൂടാതെ നമുക്ക് വേറെ വണ്ടിയുണ്ട്, ട്രഡീഷണൽ വണ്ടി. 96 മോഡൽ ജീപ്പ്, സാധാ ജീപ്പ്. ഇതിലേതാ ബെസ്റ്റ്? 96 മോഡൽ ജീപ്പ് താർ റോക്സ് താറ് അങ്ങനെ ഫീൽ കിട്ടുന്നത് നമ്മളെ 96 മോഡലിലാണ്. ആണ് നമ്മളെ ഗസ്റ്റുകൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് 96 മോഡലാണ്. ഓക്കെ, കുലുങ്ങി പോകുമ്പോഴാണ് അവർക്ക് ഒരു എൻജോയ്മെന്റ്. അതാണ്. ഓക്കെ, താറ് താർ റോക്സ്. താർ റോക്സ് തന്നെയാണ് ബെറ്റർ. ഓക്കെ, എനിക്കും അതാണ് കൂടുതൽ കംഫർട്ടും എല്ലാം ബെറ്റർ താർ റോക്സ് തന്നെയാണ്. ഓക്കെ, അതൊക്കെയാണ്. പിന്നെ മാത്രമല്ല നമുക്കിപ്പം ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഫ്യൂൽ ടാങ്ക് കൊടുക്കണമെങ്കിൽ താക്കോൽ എടുത്തോണ്ട്, പിന്നെ പുറകിലോട്ട് കയറുന്നവർക്ക് ഡോറ്, അതൊക്കെയാണ്. അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അതൊക്കെയാണ്. അതൊക്കെ നോക്കുമ്പോൾ താർ റോക്സ് ആണ്. പക്ഷെ ഞാൻ ഇതിന്റെ അഡ്വാൻറ്റേജ് പറയട്ടെ, ഒന്ന് എവിടെ വേണമെങ്കിലും കയറ്റാം, തിരിക്കാം. വീതി നീളം കുറവായതുകൊണ്ട് നല്ല സൂപ്പറായിട്ട് എവിടെയും കയറിപ്പോവും. അന്നേരം അത് നല്ലതല്ലേ? ഓക്കെ, അന്നേരം ഏറ്റവും കൂടുതൽ മാർക്ക് ഏതിനാണ് ഓഫ് റോഡിങ്ങിന്? മാർക്ക് 3 ഡോറിന് കൊടുക്കാം. 3 ഡോറാണ്. ഓക്കെ, അന്നേരം അല്ലാത്ത കംഫോർട്ട് ഫാമിലിക്ക് ഇതാണ്. ഓക്കെ, പിന്നെ നമുക്ക് പഴയ ട്രഡീഷണൽ ഇഷ്ടപ്പെടുന്ന നമ്മളെ ലേക്ക് കോട്ടേജ് ചെയ്യാൻ പറ്റുന്ന പഴം ഇഷ്ടപ്പെടുന്നവർക്ക് 98. 96 മോഡൽ ജീപ്പ്, അതിൽ കൂടെ മൺട്രോളിൽ സവാരി.